ഡേ 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 വയസ്സായി തുടങ്ങില്ല, മക്കളെ കെട്ടിച്ചു വിടാറില്ല, എന്തോ നിട്ട് ഉരച്ചോണ്ടിരിക്കുന്നത്. ഒരു നര അവിടെ നിന്ന് നിനക്ക് തേഞ്ഞു പോകും. ആരിത്? തെരിയാതെ കളക്ടർ അയ്യാ തെരിയാതെ. ഇയാൾ ഏങ്ങിപ്പോയി. അയ്യോ ഈ കളക്ടർ താണെ തട്ടിക്ക. തിരിച്ചു വന്നപ്പോൾ ഇയാൾ കംപ്ലീറ്റ് റിവേഴ്സ്. അയ്യാ വണക്കം ഒക്കാരിங்க സാർ, ഞാൻ മെതുവാ ചൊല്ലല്ലേ സാർ, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു കംപ്ലീറ്റ്. ജോർജ് സാറ് ഒട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്ന മനുഷ്യനല്ലോ, പക്ഷേ ഉള്ളിൽ ഭയങ്കര സ്നേഹത്തിൻ്റെ ആളാണ്. എല്ലാ പ്രമുഖ നേതാക്കൾക്ക്, മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് മാർജിൻ കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഒരു സ്ഥലത്ത്, അതും സാധ്യതയില്ല സാർ, നിങ്ങൾ മാർജിൻ കൂട്ടി. ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേര് എഴുതി വെക്കേണ്ടത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരത്, ഏതെങ്കിലും ഒരാൾ പണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിനോട് സെൽഫി എടുക്കാറുണ്ടോ? മൂക്കുപൊത്താതെ ട്രെയിനിന് ബാത്റൂമിൽ പോകാൻ പറ്റൂ? ഇത് മുഴുവൻ മാറ്റിക്കൊടുക്കുക. യുദ്ധം എന്ന് വെച്ചാൽ എതിരാളിക്ക് പറഞ്ഞു കൊടുക്കണേ, കളിച്ചാൽ ഇതാണ്. അവൻ അടിക്കേണ്ടത് അടിച്ചു കൊടുത്തിട്ട് തിരിച്ചിങ് വന്നു. ഇപ്പം അപ്പുറത്തുനിന്നൊരു അനക്കമില്ല. ഇനി അടുത്ത ദീപാവലിക്ക് പടക്കം പൊട്ടുന്ന കേൾക്കത്തുള്ളൂ ബോർഡറിൽ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. നേരത്തെ കെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും തമിഴകത്ത് കെ എന്ന് പറയുന്ന ഒരു കാലത്തൊരു വിസ്മയമായിരുന്നു. ഒരു സുന്ദരനായ ഒരു വില്ലനെ അവർ കണ്ടെടുത്ത ഒരു ഇടമാണ്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് പലയിടത്തും ആദ്യം സീരിയലിലാണ് തുടങ്ങി. എനിക്ക് തോന്നുന്ന പിന്നെ രമ്യാകൃഷ്ണനുമായിട്ടുള്ള തങ്കം എന്ന് പറയുന്നത് കളക്ടറാണ് അല്ലേ? കളക്ടറെ വേഷമാണ്. നല്ല വേഷം. അതിന് ശേഷമാണ് ദൈവത്തിരുമകനും ബില്ലയിലും കാവലൻ. അതെ. ആ ഒരു കാലം ഒരിക്കലും മറക്കില്ല. നല്ല രസമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയായാലും നമ്മൾ മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ, മലയാളത്തിൽ നല്ല സിനിമകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ വലിയ ഇൻഡസ്ട്രിയാണ് തമിഴ്, തെലുങ്ക്, അതിനപ്പുറം ഹിന്ദി. അന്ന് പിന്നെ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലില്ല. കാരണം നമ്മുടെ കയ്യിൽ ഇതിന് ധാരാളം പണം കൂടി വേണം നമുക്ക് അവിടെ പോയി നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ എനിക്ക് സീരിയൽ മതിയായി തുടങ്ങി. ഇതൊക്കെ നെഗറ്റീവായിട്ട് എടുക്കരുത്. കാരണം വെച്ചാൽ നമുക്ക് ഒരേ തൊഴിൽ കുറേ കാലം ചെയ്തിട്ട് അതിലൊരു പ്രൊമോഷൻ ഇല്ല. സീരിയൽ എന്ന് പറഞ്ഞ് സ്റ്റക്കാണ്, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. സിനിമയിൽ അങ്ങനെയല്ല. സിനിമയാണ് അൾട്ടിമേറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമാകാൻ പറ്റില്ല. നമുക്ക് ഇന്നും ഏറ്റവും വലിയ ആഗ്രഹം സിനിമ, ആ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ക്രീനല്ലേ, അസാമാന്യത. അപ്പോൾ അങ്ങനെ നമ്മൾ തേടി അങ്ങ് പോവും. ആദ്യം ഞാൻ ചെയ്ത സിനിമ സത്യം എന്നൊരു സിനിമയാണ്. വിശാലിൻ്റെ പടമാണ്. അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടം. അതിലൊരു പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടർ. അത് കഴിഞ്ഞ് ഞാൻ താമസം മദ്രാസിലാക്കി. അവിടെ നിൽക്കുന്ന കാലത്താണ് എനിക്ക് തോന്നുന്നു ദൈവത്തിരുമോൾ കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാ ഓർഡർ മാറി. അല്ല, തങ്കം കറക്റ്റാണ്. തങ്കം 2009 അഭിനയിക്കും. വളരെ ശരിയാണ്. അപ്പോൾ ഞാൻ സീരിയൽ ഇനി അഭിനയിക്കില്ല. അപ്പോൾ ഇവിടെ നിന്നാൽ മനസ്സ് മാറിപ്പോവും. അപ്പോൾ 2006 ഒക്ടോബർ 22 കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ഈ സീരിയൽ വരുന്നത് 2009. ഞാനൊരു ഡയറക്ടർ ഹരി, അന്നേരം വലിയ ഹിറ്റൊക്കെ എടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരാളൊന്ന് വിളിച്ചു. എൻ്റെ ഒരു സാർ, ഇങ്ങനെ റൈറ്റർ അശോക് കുമാർ സാർ വിളിക്കുന്നു. എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ അകത്ത് വന്നു, കൂടി ഇരിക്കാൻ പറഞ്ഞു. സാർ എന്നെ വേണം, കോഫി ടീ എന്തോ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ടു. ഡയറക്ടറെ കണ്ട് വെളിയിറങ്ങിയ റൈറ്റർ വിളിച്ചു, അടുത്ത പടത്തിൽ നമുക്കെന്തോ ഉണ്ട്. ആ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ സിനിമ എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉടനെ സിനിമയില്ല, അപ്പോൾ ഞാനൊരു സീരിയൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഡൗണായി. അതിൽ ഒരു ഹീറോ വേഷമാണ്, സൺ ടി വിയിലാണ്. എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു സാർ വളരെ സന്തോഷം, ഞാൻ സീരിയൽ നിർത്തി മടുത്തിട്ട് ഇവിടെ വന്ന് സിനിമയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ വന്ന് സീരിയൽ ചെയ്താൽ എനിക്ക് സിനിമ കിട്ടാതായിപ്പോവും. അപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞു ആയിരിക്കാം, പക്ഷെ ഇത് നിങ്ങൾക്കറിയില്ല, സിനിമയിലോട്ട് വരെ നിങ്ങൾക്ക് ഇതിന് ഗുണം ചെയ്യും. കാരണം ഇതിനകത്ത് ഹീറോയിൻ വന്ന് രമ്യാകൃഷ്ണനാണ്. അത് കേട്ടപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ബാലൻസ് പോയി. നമ്മുടെ തീരുമാനമൊക്കെ ഒരു സെക്കൻഡ് മാറി. പക്ഷേ ഇതെന്ത് ചെയ്യും, വീണ്ടും ഇതിനകത്തായി പോകും. കാരണം അവർക്ക് സിനിമയുണ്ടല്ലാണ്ട് നമുക്കതല്ലല്ലോ. എന്നാലും രമ്യയുടെ കൂടെ എന്നിട്ട് പുള്ളി പറയുക, ഇതിൽ രമ്യ മെയിൻ റോള് നിങ്ങൾ അങ്ങനെയല്ല, ഈക്വലും ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലും വേണ്ടി വരും. കാരണം രമ്യയ്ക്ക് പലപ്പോഴും അഭിനയിക്കാൻ വരാൻ പറ്റില്ല, നിങ്ങൾ വേണം കൊണ്ടുപോകുന്നത്. ഒരു കളക്ടർ ക്യാരക്ടറിന് ഹസ്ബൻഡാണ്, അങ്ങനെയാണ്. ഞാൻ എന്നിട്ട് വെളിയിലോട്ടിറങ്ങി. അവൻ ഇപ്പോൾ വരാമെന്ന് വെളിയിൽ പോയിട്ട് സിന്ധുവിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ സംഭവം വന്നിരിക്കുന്നത്, എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് സിന്ധു അല്ലേ, സ്ത്രീകൾ വളരെ പ്രാക്ടിക്കലാണ്. കിച്ചു ജോലിയും കൂലി ഇവിടെ ഞാൻ കിടന്ന് വെള്ളം കുടിക്കുകയാണ്, ഞാനിപ്പോൾ അങ്ങോട്ടാണ് പൈസ അയച്ചു തന്നിട്ടിരിക്കുന്നത്, എന്തെങ്കിലും ചെയ്ത് കുറച്ച് പൈസ ഇങ്ങോട്ടെ. വിളിച്ചത് അപകടമായി തോന്നി. അങ്ങനെ അകത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഭാര്യയൊക്കെ പറഞ്ഞു, രമ്യയുടെ കൂടെ അല്ലേ, ഇവിടെ ഈഗോ അങ്ങനെ കുത്തുകയാണ് നമ്മൾ.
ഞാൻ ആലോചിക്കാം, എനിക്ക് കുറച്ച് സമയം സാർ. സമയമില്ല സാർ, നാളെ ഷൂട്ട് ചെയ്യണം. ഞാൻ ചാന്ത് സാർ, ഇത് പലരെയും നോക്കിയിട്ട് രമ്യ ഹാപ്പി ആവുന്നില്ല. അപ്പോൾ ചാനലിൽ നിന്ന് ഇതായി, നാളെ ഷൂട്ടിംഗ് തുടങ്ങി 20 ദിവസം കൊണ്ട് എത്ര എപ്പിസോഡ് കൊടുക്കണം, കൊടുത്താൽ ഉടൻ തുടങ്ങേണ്ടതാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു, സാർ ഒരു കാര്യം വെയിറ്റ് ചെയ്യണം. ഞാൻ ഫോൺ വിളിച്ചിട്ട് നേരെ ഇയാൾ രമ്യടുത്ത് സംസാരിക്കുന്നുണ്ട്. ഞാനൊരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഒരാളെയും വിട്ട് നേരെ ഓഫീസിലോട്ട് ഞങ്ങൾ കാറിൽ പോകും. ചെല്ലുമ്പോൾ രമ്യയുടെ സിസ്റ്റർ അവിടെ നിൽക്കുന്നു, വിളിക്കുന്നു, അകത്ത് കൊണ്ടുവന്ന് രമ്യ പരിചയപ്പെടുത്തുന്നു. എന്തോ പണ്ട് തൊട്ടേ പരിചയമുള്ള പോലെ, ഹലോ വണക്കം ഓക്കെ. ഞാനും എന്ത് ചെയ്തു, രമ്യ ഞാൻ TV കണ്ടിട്ട് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് വളരെ അടുത്ത് പരിചയമുള്ളവരെ പോലെ അങ്ങ് സംസാരിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഞാനും ബലം പിടിച്ചു. എന്തായാലും എന്നെ വിളിച്ചതല്ലേ, നമുക്കെല്ലാം ചോദിക്കാനല്ല, അതെല്ലാം ഓക്കെ ആയി കിട്ടി. കാരണം പ്രഷർ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സീരിയൽ അഭിനയം തുടങ്ങുന്നു. ഈ സാധനം കയറി ഒടുക്കത്തെ ഹിറ്റ് എന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ ആലോചിച്ചു, അയ്യോ എന്നാൽ ജാട കാണിച്ച് തീർന്നിരുന്നു. കാരണം എവിടെ ചെല്ലുമ്പോഴൊരു സുഖം. പക്ഷെ ഒറ്റ എന്ന് വെച്ചാൽ അവിടെ എന്നെ ആർക്കും പേരറിയത്തില്ല. അതുകൊണ്ട് കളക്ടറെന്നാണ് വിളിക്കുന്നത്. തടയൂ ജീവിതശൈലി രോഗങ്ങളെ എപ്ലിമോ ജനറ്റിക് പ്രോഗ്രാമിലൂടെ. സെൽവക്കണ്ണൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേരെങ്കിലും. കളക്ടർ അയ്യ. അന്നേരം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എത്രയോ വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബലിയിടാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പ്രസാദ് സാറാണ് എന്നെ ഒരിക്കലും മനസ്സിളക്കിയത്. ഈ ബലിയിടുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഇട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, പക്ഷേ ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഇത് വരും. കാരണം നമ്മൾ ബലിയിടുന്ന ദിവസം നമ്മൾ പോകുന്നില്ല. നമ്മുടെ ഹിന്ദു മിത്ത് പ്രകാരം നമ്മുടെ ആത്മാക്കൾ അവിടെ വരുന്നു, അവർക്ക് പ്രതീകാത്മകമായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ അവരെ ഹാപ്പിയാക്കി വിടുക, അല്ലെങ്കിൽ അലഞ്ഞിരിഞ്ഞ് നടക്കും. തൻ്റെ അച്ഛനമ്മ തെണ്ടി നടക്കണമെന്നുണ്ടോ എനിക്ക്? ഇതെന്നെ ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു എവിടെയോ. ഞാനും വിചാരിച്ചു, ശരിയാ, നമ്മളെ വളർത്തിയവരല്ലേ, ഇതൊക്കെ പറഞ്ഞ് നമ്മളത് ചെയ്യുന്ന ദ്രോഹമല്ലേ എന്നൊക്കെ മനസ്സിൽ വർക്ക് ചെയ്തു. അപ്പോൾ രാമേശ്വരത്ത് അവിടെ ഒരാൾ അറേഞ്ച് ചെയ്തു. ഞാൻ എനിക്ക് ആൾക്കാർ കാണുന്നൊന്നും ഇഷ്ടമല്ല, അത് കുഴപ്പമില്ല, 4 മണിക്ക് ഇങ്ങ് വാ. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു, അവിടെ താമസിക്കുന്നു, 4 മണിക്ക് പോകുന്നു. ഈ അയ്യർ കുറച്ച് വരാൻ വൈകി. അത് കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ ഇത് കടൽക്കരയിൽ, അമ്പലത്തിൽ കടൽക്കരയിലാണ് നടക്കുന്നത്. ഒരു 5-5:15 ആയപ്പോഴേ പരപരാ വെളുപ്പായി. ഈ പുള്ളി തീയെ കൂട്ടി തുടങ്ങി ഭയങ്കരമായി ഈ സാധനങ്ങളൊക്കെ പറയുന്നത്. എനിക്കാണ് ഒരു അക്ഷരം മനസ്സിലാവുന്നില്ല പുള്ളിയുടെ തമിഴ്, കാരണം കൊടും തമിഴ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വാമി ഒന്ന് സ്ലോ ആക്കണം, എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ പുള്ളി തട്ടിക്കയറണം, നിങ്ങൾക്കത് സ്ലോ ആക്കുന്നത്, നിൽക്കുന്ന ആൾക്കാർ കണ്ടോ, ആ പുള്ളി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ലോ ആക്കി പറയുന്നത്, നിങ്ങൾ മലയാളി ആയതുകൊണ്ടാണ്. ഞാനങ്ങ് വല്ലാതായി. എൻ്റെ അച്ഛനെ ഓർത്ത് എന്തായാലും പോട്ടെ. അങ്ങനെ അപ്പോഴത്തെ ബസ് കണക്കിന് ആൾക്കാർ വരിക, തമിഴ്നാട്ടിൽ നിന്ന് ഭക്തരെല്ലാം കൂടി. അവർ വന്നിറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം. അപ്പോൾ ഈ പുള്ളി എന്തോ താനം എന്നിട്ട് 3 തവണ പോയി വെള്ളത്തിൽ മുങ്ങി എണീക്കാനൊക്കെ പറഞ്ഞു. ഞാൻ പോയി ഇങ്ങനെ മുങ്ങി എണീക്കുമ്പോഴത്തേക്ക് ആൾക്കാർ വെള്ളത്തിൽ വന്ന് ഫോട്ടോ എടുക്കുന്നു മൊബൈലിൽ. ഈ പുള്ളിയെടുത്ത് എന്തോ സംസാരിക്കുന്നു. ഈ പുള്ളി ചോദിച്ചു, ആരിത്? തെരിയാതെ കളക്ടർ അയ്യാ തെരിയാതെ. ഇയാൾ ഏങ്ങിപ്പോയി. അയ്യോ ഈ കളക്ടർ താണെ തട്ടിക്കറി. തിരിച്ചു വന്നപ്പോൾ ഈ ആൾ കംപ്ലീറ്റ് റിവേഴ്സ്. അയ്യാ വണക്കം ഒക്കാര്യം സാർ, ഞാൻ മെതുവാ ചൊല്ലല്ലേ സാർ, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു പുള്ളി കംപ്ലീറ്റ്. അപ്പോൾ എനിക്ക് വിഷമമായി. നമ്മളൊരു അയ്യരത്ത് നമ്മൾ കള്ളം പറയുന്നു. ഞാൻ കളക്ടറൊന്നും അല്ല, ഞാനിങ്ങനെ സീരിയലിൽ നടന്ന നടികറ, കളക്ടറേക്കാൾ വലിയതാണ് അവിടെ നടന്നുള്ളത്. പുള്ളി പറഞ്ഞു, എന്താ സീരിയൽ സാർ? അപ്പോൾ ഞാൻ പറഞ്ഞു, നാടകത്തിൽ. അയ്യോ തങ്കം നാടകത്തിലെ സാർ. ഒരേ നിമിഷം പുള്ളി വൈഫിനെ വിളിച്ചു. നീ കാണുന്ന തങ്കം നാടകത്തിലെ കളക്ടറില്ലേ, അവരാണ് അഭിനയിക്കാൻ വന്നിരിക്കുന്നത്, മറ്റാണ് കുറച്ച് ഫോൺ തരുന്നു, ഞാൻ സംസാരിക്കും. പിന്നെ അവിടെ നിൽക്കുന്നവരൊന്നും, സാർ നിങ്ങൾ ടൈം എടുത്ത് ചൊല്ലുക സാർ എന്നൊക്കെ പറഞ്ഞ പുള്ളി എല്ലാം കഴിഞ്ഞ് 3 ഉരുള ചോറൊക്കെ തന്നു. അപ്പോൾ ഇത്രയും പേര് നിൽക്കുകയില്ലേ, ഇതവിടെ കൊണ്ട് വെച്ചിട്ട് കൈ കൊട്ടാൻ പറഞ്ഞു. ഞാൻ നോക്കി, കൈ കൊട്ടി. കാക്കകൾ വന്നിട്ട് അടുത്ത സീനാവും. പക്ഷേ ഈ രാവിലെ അല്ലേ, ആദ്യത്തെ ആളല്ലേ, ഈ കാക്കകൾ രാത്രി കഴിഞ്ഞു ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കാക്കകളിങ്ങനെ വന്ന് പറ കൊത്തിയെടുത്തുകൊണ്ട് പുള്ളിയും പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ ഹാപ്പിയായി. ഒന്ന് ആൾക്കാരെ കൂടി കൈയടിച്ച്. ഞാനും വെച്ച്, ഈശ്വര ഈ സീൻ ചളമാവാൻ കാക്കയെ വന്നില്ലായിരുന്നു നമ്മുടെ കാര്യത്ത്. ഇതൊക്കെ ഒരു സീരിയലിൻ്റെ പവറാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന സംഭവം. അത് താങ്ക്സ് ടു രമ്യ കൃഷ്ണ. കാരണം വെച്ചാൽ അസാമാന്യ പോപ്പുലാരിറ്റി അല്ല, അവർ ദൈവതുല്യമാണ്. അത് കാണാനുള്ള സൗന്ദര്യം, അഭിനയം, ആൾക്കാർക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് തമിഴ്നാട്ടിൽ. അത് മുഴുവൻ ഗുണമായത് എനിക്ക്. അതാണ് പിന്നീട് പല സിനിമകളിലേക്കും. അതെ. അത് സിദ്ദീഖിന്റെ കാവലൻ വന്ന അങ്ങനെയല്ലെന്നാണ്. അല്ല, അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ബോഡി ഗാർഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മലയാളത്തിൽ ഈ വേഷം എനിക്ക് വെച്ചിരുന്നു. അത് നയൻതാരയുടെ സഹോദരൻ കറക്റ്റ്. അന്നേരം എനിക്ക് ഫാസിൽ സാറിൻ്റെ മോസ് ആൻഡ് കാറ്റിൽ ഒരു പ്രധാന വേഷം വരുന്നു. അപ്പോൾ ഞാനന്ന് താമസം മദ്രാസിലാണ്. അതിൽ മെയിൻ വില്ലൻ ക്യാരക്ടർ പനക്കൽ ദാസ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ എന്നെ വിളിപ്പിക്കുന്നു, ഞാനിവിടെ വരുന്നു, കഥയൊക്കെ വിവരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ പലരും വിളിച്ചിട്ട് പറഞ്ഞു, വിഷമാറേ നായകൻ്റെ മോളിൽ പോകുന്ന സാധനം തകർത്ത് അഭിനയിച്ചേക്കണം, ലൈഫാണ്.
പിന്നെ നമ്മുടെ സ്വപ്നം കാണലാണല്ലോ. ഞാനാണെങ്കിൽ എല്ലാം വണ്ടി ഓട്ടിക്കല, ചെന്നൈയിൽ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ പറഞ്ഞ് സിദ്ദിഖണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, സിദ്ദിഖണ്ണ, നമ്മുടെ ഡയറക്ടർ സിദ്ദിഖണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. എൻ്റെ കിച്ചു പനക്കൽ ദാസാണ്, ഇനി വേറെ ഒന്നും നോക്കണ്ട, ലൈഫാ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പടത്തിൽ ഈ 2-3 സീനൊന്നും ചെയ്യണ്ട കേട്ടോ, തമിഴ് അല്ല മലയാളം ബോഡി ഗാർഡ് ഇതൊന്നും ചെയ്യണ്ട, നമുക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ കിച്ചുവിനെ ഞാൻ ചിലപ്പോൾ ഹീറോ വെച്ച് ചെയ്തോളൂ. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മളങ്ങ് ഏറിപ്പോയി. അങ്ങനെ ആ പടത്തിൽ നിന്ന് മാറ്റിയിട്ട് അപ്പോൾ അതങ്ങ് എൻ്റെ തോന്നി വേറെ ആരും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് മദ്രാസിലിരിക്കുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു. അവസാനം ഈ മോശൻ കാറ്റിൽ നിന്ന് എന്നെ മാറ്റി. അതും പോയി ഇതും പോയി, ഞാൻ എന്ത് ചെയ്യണം. ഇതൊക്കെ നേരത്തെ പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇന്നത്തെ പ്രതിസന്ധി ഒന്നും പ്രതിസന്ധിയില്ല. അന്നിന് കയ്യിൽ കാശുമില്ല, അവിടെ താമസിക്കുന്നൊന്നും പടവും ഇല്ല, വല്ലാത്ത പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ സിദ്ദിഖണ്ണനെ വിളിച്ചു, അണ്ണാ ആ പടം പോയി. അയ്യോ കിച്ചു, ഞാനിത് പടം ഹാജയ്ക്ക് കൊടുത്തു. അതും പോയി അല്ലേ, എന്ത് ചെയ്യാം. പക്ഷേ ഹാജയ്ക്കായതുകൊണ്ട് എനിക്ക് സന്തോഷം എന്തോ, ഞാൻ ഹാജ അന്നും ഇന്നും ചങ്കുകളായതുകൊണ്ട് ഹാജയ്ക്ക്. എന്നാൽ ഈ ഹാജയ്ക്ക് സിനിമ താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ കാര്യം അറിയിച്ചാൽ സ്വന്തം പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലും അഭിനയിക്കത്തില്ല, പുള്ളി ആരെങ്കിലും ഉന്തി തള്ളണം. ഞാനിങ്ങനെ ആലോചിച്ചു, വല്ലാത്ത ചില പ്രതിസന്ധികൾ അന്ന് ഈ പിന്നെ മദ്രാസിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴാണ് സിദ്ദിഖണ്ണൻ പറഞ്ഞു, കിച്ചു കാര്യം ചെയ്യാം, ഞാൻ ഈ പടം തമിഴിലെടുക്കും, അന്നേരം ഈ വേഷം തരാം. അങ്ങനെയാണ് കാവലനിൽ തമിഴിൽ അഭിനയിക്കുന്നത് വിജയോടൊപ്പം. അതെ. വിജയായിട്ട് നല്ല സൗഹൃദമായിരുന്നില്ലേ അന്ന്? പിന്നെ ഞാൻ എപ്പോഴും സെറ്റിൽ പോകുമ്പോൾ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുപ്പം വയ്ക്കും, പക്ഷെ ഞാനത് വലുതായിട്ട് അത് ഉപയോഗിക്കുന്നത് ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നടൻ, ഒരു ടെക്നീഷ്യൻ്റെ അടുത്തൊക്കെ പോയി നമുക്ക് അവസരങ്ങൾ ചോദിക്കാം, ഒരു എഴുത്തുകാരത്തും സംവിധായകത്തൊക്കെ. ഒരു നടനോട് ചോദിക്കാതിരിക്കുക, അത് അതിനകത്ത് കാര്യം. ഇന്നും പലരും ഞാൻ പറയും ഒരിക്കലും ചോദിക്കരുത്. കാരണം നിങ്ങളും നടനാവാനാണ് ശ്രമിക്കുന്നത്, ആരെപ്പോൾ എങ്ങോട്ട് കയറിപ്പോവും വളർന്നു പോകുമെന്ന് അറിയില്ല. അപ്പം അത് ഒരു സുഖക്കുറവുണ്ടാക്കും അവരുടെ ബന്ധത്തിൽ. എനിക്കൊരു നേട്ടവും ഞാൻ അടുത്ത് പോകാറില്ല, ചോദിക്കാറില്ല. അതുകൊണ്ട് എന്താ, ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമുക്ക് ചെന്ന് സംസാരിക്കാം, എൻ്റെ പുള്ളി കൈ അതൊക്കെ അവിടെ കിടപ്പുണ്ട്. അജിത്തുമായിട്ടോ ബില്ല് എടുക്കുമ്പോൾ എക്സലൻ്റ് റിലേഷൻ വെച്ചാൽ എക്സലൻ്റ് റിലേഷൻ. അജിത്ത് എല്ലാവരും ആക്ച്വലി ഈ സിനിമയിൽ കാണുന്ന നമുക്ക് പുറത്ത് നിന്ന് നമുക്ക് തോന്നും അഹം മോടാ ഇവൻ അഹങ്കാരം. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തി റിയാക്ട് ചെയ്യുന്നതേ കാണത്തില്ല, ഇതിന് മുമ്പ് എന്ത് നടന്നു ആരും കാണുന്നില്ല. ഇപ്പം ഞാൻ ഈ മക്കളത്ത് പറഞ്ഞു കൊടുക്കും, നമുക്ക് തിരിച്ചറിവ് ആൾക്കാരുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വണ്ടിയിൽ നമ്മൾ ആരെങ്കിലും തട്ടിയാൽ പോലും നമ്മൾ ക്ഷമിച്ചേക്കണം. കാരണം നമ്മൾ തട്ടിക്കയറുന്ന ശബ്ദം കേട്ടിട്ടായിരിക്കും പലരും എടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഇനി മുമ്പ് നടന്നത് കാണത്തില്ല, ദാ ഇന്ന ആൾ റോട്ടിൽ തട്ടിക്കയറുന്നു, പാവം പിടിച്ച ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചു. ഇതൊക്കെ ഞാൻ പറയും. പക്ഷേ ഇത് അടുത്ത കാലത്ത് എൻ്റെ കൈവിട്ടു പോയി ഒരു കേസ്, അത് വേറെ വിഷയം, അത് പറ്റിപ്പോവും. കാരണം എന്നറിയോ, നമ്മൾ പലപ്പോഴും നമ്മൾ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ പക്ഷെ നമ്മളത് നിയന്ത്രിച്ചേ പറ്റും. അതുകൊണ്ട് ഈ നടന്മാരെയൊക്കെ ഞാൻ ആലോചിച്ചാൽ വളരെ നിയന്ത്രിച്ച ജീവിക്കുന്ന 1000 അവസരങ്ങളുണ്ട് പൊട്ടിത്തെറിക്കാനുള്ളത്. അപ്പോഴും നമ്മൾ പറയും അവന് ചാടാ ഇവൻ അഹങ്കാരം. ആക്ച്വലി ആരും അങ്ങനെയല്ല, സാധാരണക്കാരാണ് എല്ലാവരും. ഞാനും സുരേഷും, നിങ്ങൾ കാണാത്ത നടന്മാരുണ്ടോ? അതുകൊണ്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിച്ച് പോകും. തമിഴിൽ പിന്നെ അവസരങ്ങൾ കുറഞ്ഞതാണോ, പിന്നെ അത് പോകാൻ? അത് പിടിച്ച് നിൽക്കണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ധനം വേണം. അല്ലെങ്കിൽ നമ്മൾ അതീവ ആ കാര്യത്തിൽ, അതായത് എല്ലാവർക്കും എല്ലായിടത്തും എല്ലാ അനുഗ്രഹവും ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെ എല്ലാവർക്കും വന്ന് പിന്നെ സിനിമയിൽ എല്ലാവരും ഇതായി പോകുമല്ലോ. ഇത്രയെങ്കിലും കിട്ടിയല്ലോ, അപ്പം നമുക്ക് ഈ കിട്ടിയത് മതി. കാരണം വെച്ചാൽ ആഗ്രഹമുണ്ട് അതിൻ്റെ മൂടി പോകണം. എല്ലാവർക്കും നമുക്ക് സിനിമയിൽ ഹീറോ ആവണം തന്നെ, സൂപ്പർ സ്റ്റാർ ആവണം തന്നെ ആഗ്രഹം. എല്ലാവർക്കും ആവാൻ പറ്റില്ല, അത് കുറച്ച് പേർക്ക് പറഞ്ഞിട്ടുണ്ട്. അവരാവും, അവരുടെ കൂടെ സഞ്ചരിക്കാൻ നോക്കുക. അവരുടെ വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചത്തിൽ നമുക്ക് മുന്നോട്ട് പോകും. പക്ഷേ അവിടേക്ക് തമിഴിൽ നിന്ന് ആ ഒരു ഗ്യാപ്പ് എടുത്ത് വരുമ്പോൾ നല്ലൊരു വേഷം തന്നത് വീണ്ടും ജോഷി സാറാ. ജോഷി സാർ എനിക്ക് അടുപ്പിച്ച് 3 പടം തന്നു. റൺ ബേബി റൺ. അതെ, സുന്ദര സാധനമായിരുന്നു. ജോഷി സാറ് ഒട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്ന മനുഷ്യനല്ലോ, പക്ഷേ ഉള്ളിൽ ഭയങ്കര സ്നേഹത്തിൻ്റെ ആളാണ്. എൻ്റെ അടുത്ത് തട്ടിക്കയറും, പുറത്തു നിന്ന് ഇങ്ങനെയൊക്കെ തട്ടിക്കയറും. അയ്യോ, ചിരിച്ച് നമ്മൾ തള്ളിപ്പോയിട്ടുണ്ട്. ഇത് പറയാമോന്നറിയില്ല, പറഞ്ഞാൽ ഇനി സുരേഷേട്ട ചീത്ത വിളിക്കുന്ന സംശയം. എന്തായാലും പറയാം, ഒരു തമാശ പറയാം. ഞങ്ങൾ ജോഷി സാറിൻ്റെ സിനിമ കുപ്വാര ഭാഗത്ത് ഷൂട്ട് ചെയ്ത സലാം കാശ്മീർ. അപ്പം നമ്മൾ ജോഷി സാറിൻ്റെ ഈ ടെമ്പർ പോകുന്നുണ്ട്, നമ്മൾ അവിടെ ഇവിടെയൊക്കെ മാറി ഇന്ന് സമയത്ത് വന്ന് നിൽക്കും. അപ്പോൾ ഞാൻ എവിടെയോ ഇവിടെ ഇരിക്കുന്നു, എൻ്റെ അപ്പുറത്ത് സുരേഷേട്ട ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ ഒരു സ്റ്റിച്ച് മാർക്കുണ്ട്, അത് പണ്ട് പ്രകടമായിട്ട് കാണും. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ എപ്പോഴും ഒരു കറുത്ത പെൻസിലിട്ടിങ്ങനെ ഒന്ന് ഉരച്ച് വെച്ചേക്കും. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, ജോഷി സാർ എൻ്റെ അടുത്തിരുന്നു. ഡാ
വയസ്സായി തുടങ്ങിയില്ല, മക്കളെ കെട്ടിച്ച് വിടാറില്ല, എന്തോ നിട്ട് ഉരച്ചോണ്ടിരിക്കുന്നത്, ഒരു നര അവിടെ നിന്ന് നിനക്ക് തേഞ്ഞു പോകും എന്ന് ചോദിച്ചു. ഞാൻ ഇതിൻ്റെ കേട് ഞാൻ സാറേ ഒരു പൊട്ടലെ ചീറ്റൽ എന്തോ ആയിക്കോട്ടെ, നരയെങ്കിൽ നര, അത് വെച്ചങ്ങ് അഭിനയിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് എണീറ്റ് പോയി കഴിഞ്ഞപ്പോൾ സുരേഷേട്ടൻ സൈഡിൽ നിന്ന്, എടാ നിന്നെ പറഞ്ഞാലടാ, എന്നെ പറഞ്ഞതാ, ഈ നെഞ്ചിൽ കുറച്ച് രോമം ഉണ്ടാക്കി ബ്ലാക്ക് അടിക്കായിരുന്നു, ഞാൻ ബ്ലാക്ക് അടിച്ചോണ്ട് വന്നു, അതിൻ്റെ നിന്നെ അല്ല. ഞാൻ ആലോചിച്ചേട്ടാ, ഇവിടെ ഇരുന്നാലും ഞാൻ കറുപ്പിച്ചതിൽ എന്ത് ജോർജ് സാറിന് ഇത്ര സംഭവം എന്നാ സുരേഷ്. അയ്യോ, ജോർജ് സാറ് എനിക്ക് അടുപ്പിച്ച് 3 സിനിമ തന്നു. ഞാൻ ജോർജ് സാറിന് കുറേ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. 19 കൊല്ലം ചോദിച്ചപ്പോഴേക്ക് കിട്ടിയത് ആദ്യ സിനിമ കിട്ടുന്നത്. തന്നപ്പോൾ നല്ല സാധനം തന്നു, റൺ ബേബർ ഉണ്ട്. അതിലൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു, മാധ്യമപ്രവർത്തകനല്ല, ചാനൽ ഉടമയായിട്ട്. ഇടയ്ക്ക് ന്യൂസും വായിച്ചോ ഇല്ലാത്ത? ഇല്ല, അല്ല, ഒരു വായിക്കുന്നു. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒരുപാട് ചാൻസ് ചോദിച്ച ഒരുപാട് വേറെ ആൾക്കാരുണ്ടോ? ജോർജ് സാറിന്റെ പേര് പറഞ്ഞു. സിദ്ദിഖണ്ണത്ത് ആദ്യം ഞാൻ ചാൻസ് ചോദിച്ചു പോകുന്നത് തിരുവനന്തപുരത്തിന് ബസ്സിൽ കയറി. ആ സിനിമയുടെ പേര് നമ്മുടെ ആലപ്പുഴ നടന്നൊരു സിനിമ ഉണ്ടല്ലോ, ലാലേട്ടനും മറ്റേ നമ്മുടെ വിയറ്റ്നാം കോളനി, അതിൻ്റെ സെറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ സീൻ എന്തോ ഒരു റാവുത്തർ എന്ന് പറഞ്ഞ് വലിയൊരാളുടെ ആ സീനൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് ഇറങ്ങുന്ന ലേറ്റ് നൈറ്റാണ്. അപ്പോൾ അതിനകത്ത് വേഷങ്ങളൊന്നുമില്ല. അന്ന് അവരോട് വളരെ അടുപ്പമുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് അന്ന് തൊട്ട് വിളിക്കും. അന്ന് നീ മൊബൈലില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ഇത്രയും തൊല്ലയില്ല, ലാൻഡ് ഫോണിൽ വേണേൽ എടുത്താൽ മതിയില്ല. അങ്ങനെ അന്ന് നമുക്ക് ഈ പോയി കാണാനുള്ള സാമ്പത്തിക ഇതൊന്നും നമുക്കില്ല. നമ്മളിങ്ങനെ വിളിക്കും പറയും, ആകിച്ചു ജൂണിൽ നമ്മുടെ ചിലപ്പോൾ തുടങ്ങും, ജൂണിൽ വിളിക്കൂ, ഓഗസ്റ്റിൽ വിളിക്കൂ. അപ്പോൾ അതിനകത്ത് അവസരം വരണം. ചിലരുണ്ട് നിത്യം അവിടെ പോയി നിൽക്കുന്നവരുണ്ട്, അന്ന് എറണാകുളത്ത് അടുപ്പമുള്ളവരുണ്ട്. പക്ഷെ നമുക്കത് കാവലനാണ് വിധിച്ചിരുന്നത്. അത്രയും കാത്തിരിക്കേണ്ടി വന്നു. നല്ല വിഷമമാണ്. ചെറിയ സംഭവമാണെങ്കിലും പടം കണ്ടുപോകുന്നൊരു ഓർക്കും. കാരണം വെച്ചാൽ സീൻ അങ്ങനെയാണ്, എല്ലാവരുടെയും കൂടെ ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചില കാര്യങ്ങൾ വളരെ വൈകി വരും. ലാലേട്ടൻ്റെ ഒപ്പം ആ സിനിമയിലാണ് റൺ ബേബിക്ക് മുമ്പ് ചെയ്തിട്ട് ഉണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യം ചെയ്യുന്നത് പക്ഷേ എന്ന സിനിമയിൽ. അത് ചെറിയ വേഷം. പക്ഷേ അന്ന് നമ്മളെ സംബന്ധിച്ചോളം ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ വേണം. അന്ന് വലിയ പാടാണല്ലോ, ഇന്നത്തെ പോലെ ആയിരക്കണക്കിന് സിനിമയില്ലല്ലോ, വലിയ പാടാണ്. അങ്ങനെ കിട്ടുമ്പോൾ നമുക്കതൊക്കെ സന്തോഷം. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പക്ഷേ. അതെ, രണ്ടാമത്തെ മഹാബലിപുരം, മദ്രാസിൽ. അതെ, മോഹൻ സാറിൻ്റെ പടം. വലിയ വേഷം ചെയ്യുന്നതിനകത്താണല്ലേ? അല്ല, ഇതിനിടയ്ക്ക് വാസന്തിയിൽ ഇങ്ങനെ കുറേ പടങ്ങൾ, അരയന്നങ്ങളുടെ വീട്, ഇങ്ങനെയൊക്കെ തട്ടി നിറ. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്ക് സേഫായിട്ട് നിൽക്കണം എപ്പോഴും. അതുകൊണ്ട് ഞാൻ ടക്കനെ സീരിയലിലോട്ട് പിടിച്ചു. കാരണം പണ്ട് പറയും, വലിയൊരു മൃഗത്തിൻ്റെ വാലായിട്ടിരിക്കുന്നതിനേക്കാൾ ചെറിയൊരു മൃഗത്തിൻ്റെ തലയായിട്ട് ഇരുന്നൂടെ. അതാണ് സീരിയൽ അഭിനയിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു വാക്ക്. ഇത്രയും സംഭവബഹുലമാണ് ഒരു അഭിനയ ജീവിതങ്ങൾ അല്ലേ? അതെ. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുക്കാൻ തോന്നിയപ്പോൾ അത് BJP-യിലേക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ BJP തിരഞ്ഞെടുത്തല്ല. ഞാൻ ചെറുപ്രായം തൊട്ടേ ഞാൻ RSSലുണ്ടായിരുന്ന ആളാണ്. എന്ന് വെച്ചാൽ ആക്റ്റീവായിട്ട് എന്നും ശാഖയിൽ പോകുന്ന ഒരാളല്ല. ഞങ്ങളുടെ വീടിനടുത്തൊരു ശാഖ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കൂട്ടുകാരായിരുന്നു അതിൻ്റെ പ്രധാന ആൾക്കാർ. വലിയ ആൾക്കാരായിരുന്നു അന്നത്തെ RSS. ശേഷാചരം, ശ്രീ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേര് വിട്ടുപോയി ഞാൻ. ഇങ്ങനെ 2 പേരൊക്കെ അച്ഛൻ്റെ വലിയ കൂട്ടുകാരായിരുന്നു. 2 പേരും മരണപ്പെട്ടുപോയി. രംഗനാഥൻ അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നു. അത് കഴിയുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഉത്സാഹ കമ്മിറ്റിയാണ്. എനിക്കൊരിക്കലും നേതാവാകണം അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കണം അങ്ങനത്തെ ചിന്ത ഇല്ലാത്തൊരാൾ. അങ്ങനെ പോയി അഭിനയിക്കാൻ വന്നപ്പോഴും അന്ന് BJP-യുടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇലക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപുറത്ത് കുറച്ച് പേരുണ്ട്, നേതാക്കളുമായിട്ട് പേർ, അവർ വിളിക്കും. പിന്നെ ട്രിവാൻഡ്രത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ വരുമ്പോൾ എല്ലായിടവും ഞാൻ പോയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ഇവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് ക്ഷണം വരുന്നു, ഇങ്ങനെ ഡൽഹിയിൽ നിന്ന് കൃഷ്ണകുമാറിനെ പാർട്ടിയിലെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പുറത്തുനിന്ന് സഹായിക്കാം, പാർട്ടിയിൽ അംഗത്വം വേണമെന്നില്ല. എപ്പോഴും നമ്മൾ ഒരു സംഭവത്തിന് ഭാഗമാകുമ്പോഴാണല്ലോ അതിന് ചട്ടക്കൂടിനകത്തുനിന്ന് വർക്ക് ചെയ്യും, മറ്റേ നമ്മൾ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുക. പക്ഷെ അന്നേരം ഒരു നിർബന്ധം വന്നു. അങ്ങനെ നഡ്ഡാജി ഇവിടെ വന്ന് എനിക്കിവിടെ മെമ്പർഷിപ്പ് തരുന്നു. ജേക്കബ് തോമസ് സാറിന് തൃശ്ശൂർ തരുന്നു. പക്ഷെ തന്നു കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അസംബ്ലി ഇലക്ഷൻ 2021 ഫെബ്രുവരി 3 ചേരുന്നത് പാർട്ടിയിൽ. അതിനുശേഷം ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നു ട്രിവാൻഡ്രത്ത്. അത്യാവശ്യം നല്ല ഫൈറ്റ് കൊടുക്കാൻ പറ്റി. കാരണം 30,000 വോട്ട് നമുക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു പേഴ്സണൽ സന്തോഷം എന്ന് വെച്ചാൽ, ചെറുപ്രായത്തിൽ നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ പോകുമ്പോൾ അന്ന് BJP 2,000-3,000 വോട്ടായിരുന്നു. അവിടെ നിന്ന് പാർട്ടി വളർന്നതും ആ വളർത്തുന്നതിൻ്റെ ഭാഗമാവാൻ എനിക്കും ഒരു റോള് വഹിക്കാൻ പറ്റുന്നു ഇലക്ഷനിൽ. അതൊരു നേട്ടമായിട്ടാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് ലോക്സഭ വന്നപ്പോൾ വിജയസാധ്യത ഒട്ടുമില്ലാത്ത മണ്ഡലമാണ് കൊല്ലമെങ്കിലും നമ്മളന്നേരം കാണുന്ന വേറൊരു ആംഗിളിലാണ്. നമ്മൾ പോയാൽ അവിടെ പാർട്ടിയെ വളർത്താൻ പറ്റുന്ന, പാർട്ടിക്ക് നമ്മുടെ പുറത്തൊരു വിശ്വാസം ഉണ്ടല്ലോ. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചോളം.
അതുകൊണ്ട് അവിടെ പോയി നിന്നു. അവിടെയും 10,68,000 വോട്ട് നമുക്ക് കൂട്ടി. നല്ല സ്ഥാനാർത്ഥികളാണ്. പ്രേമേന്ദ്രൻ, മുകേഷ് എന്നിവരോടൊപ്പമാണ് മത്സരിച്ചത്. സൂപ്പർ, അവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെ സൂപ്പർ കൂട്ടത്തിൽ സ്റ്റാറുകൾ. നിന്നത്. അതെ അതെ. ആ മത്സരത്തിന് തന്നെ ഒരു ഭംഗി വേറെയാ അല്ലേ? എനിക്ക് തോന്നുന്നു വെച്ചാൽ കൊല്ലത്തിന് മുമ്പുള്ള നിന്ന സ്ഥാനാർത്ഥികൾ എത്ര പേരെ അവിടെ ഓർക്കുന്നറിയില്ല. ആരെയും മോശമാക്കുകയല്ല. അതുപോലെ ഇനി എന്നും ഒരു കാര്യം പറയും, 2024 ഇലക്ഷനിൽ കൃഷ്ണകുമാറാണായിരുന്നു സ്ഥാനാർത്ഥി. പുള്ളി വോട്ട് കൂട്ടിയെന്ന് അത് എത്രയെന്ന് പറയും. കാരണം ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ് ഡൽഹിയിലിരിക്കുമ്പോൾ ഗഡ്കരിജി അദ്ദേഹമായിട്ടൊരു പേഴ്സണൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എൻ്റെ 26ാമത്തെ വയസ്സിലാണ് ഞാൻ ഇലക്ഷൻ നിൽക്കുന്നത്. അന്ന് ലോക്സഭയിലാണ് നിൽക്കുന്നത് ആദ്യമായിട്ട്. ഞാൻ തോറ്റുപോയി. പക്ഷേ അന്ന് തന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്കകത്ത്, കോർ കമ്മിറ്റിക്കകത്ത് നമ്മുടെ പേര് വരും. കാരണം 543 BJP ഇപ്പോൾ 400 അടുത്തായിരിക്കും നിൽക്കുന്നത്, 450 അടുത്ത്. ആ ഇന്ത്യയിൽ 450 പേരിൽ ഒരാളാണ് ഇന്ന് നിങ്ങൾ. അതിനും പുറമെ ഇത്തവണ BJP ഈ ഇലക്ഷനിൽ സീറ്റ് കുറഞ്ഞതിന് പുറമെ എല്ലാ പ്രമുഖ നേതാക്കൾക്ക്, മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് മാർജിൻ കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഒരു സ്ഥലത്ത്, അതും സാധ്യതയില്ല സാർ, നിങ്ങൾ മാർജിൻ കൂട്ടി. നിങ്ങൾ കഴിഞ്ഞ തവണത്തിനേക്കാൾ 60% കൂട്ടിയെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേര് എഴുതി വെക്കേണ്ടത് എഴുതിയിട്ടുണ്ട്. നല്ല വാക്കുകളാണ്. അതൊരു പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് വരുമ്പോൾ ഉള്ളത്. രാഷ്ട്രീയത്തിൽ നിന്ന് പുള്ളി രാഷ്ട്രീയം അത്ര പാരമ്പര്യം, എത്ര വർഷം, 19 വർഷമായിട്ട് മത്സരിക്കുന്നത്. ഇപ്പോഴും DP എന്ന് പറയുന്നത് താങ്കൾ PM-നോടൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന പടമാണ്. അത്ര ഇഷ്ടമുള്ളൊരു നേതാവാണോ താങ്കൾ? ഇഷ്ടത്തിനൊക്കെ ഉപരി നമ്മൾ എന്താഗ്രഹിക്കും, ഞാൻ നേരത്തെ ഇതിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ആൾക്കാരുടെ ജീവിതത്തിന് മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ സ്പീഡാണ് ഇന്നത്തെ ഒരു പ്രധാന സംഭവം. സ്പീഡ് മാത്രമല്ല, നമ്മൾ എല്ലാ മേഖലകളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇപ്പം എൻ്റെ മക്കളോട് ഞാൻ പറയും, നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാർ, നിങ്ങൾ എക്സ്പേർട്സ് ആയിരിക്കും. അത് 80% നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷേ അത് മാത്രമായി ഇപ്പോൾ ഫെയിലൂർ വരും. അടുത്ത ഒരു 20% എന്ന് വെച്ചാൽ 1% വെച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. ഭക്ഷണം ഉണ്ടാക്കാൻ, പാത്രം കഴുകാൻ, വണ്ടി ഓടിക്കാൻ, ഇങ്ങനെ മറ്റ് മേഖലകളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വ്യക്തിയിൽ ഞാൻ കാണുന്നു വെച്ചാൽ, ഡൽഹിയിൽ നിന്നുകൊണ്ട് ഡൽഹിയിലെ കാര്യങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമല്ല നോക്കുന്നത്. കേരളത്തിൽ ആലപ്പുഴയിൽ ഇന്ന ജില്ലയിൽ ഒരാൾ കുപ്പി പറക്കി ആ പ്ലാസ്റ്റിക് കൊണ്ട് ആ മുഴുവൻ മാലിന്യങ്ങൾ മാറ്റുന്നു, അതും അറിയുന്നു. അരുണാചൽ പ്രദേശിൽ ഇങ്ങനെ ഒരു ചെടിയുണ്ട്, ഇന്നത് ചെയ്താൽ പറ്റും. ചന്ദ്രയാനെ അങ്ങോട്ട് നമ്മൾ അയക്കേണ്ടതാണ്. ഓരോ മേഖലകൾ. എന്നാൽ ഇതേ സമയം തന്നെ ലോകരാഷ്ട്രങ്ങളുമായിട്ട് ഇഷ്ടംപോലെ ട്രോൾ വന്നു പുള്ളി സഞ്ചരിക്കുന്നതിനെ പറ്റി. ഇന്ന് നോക്കൂ, ഏത് രാജ്യത്ത് ചെന്നാലും ഇന്ത്യയുടെ വില മാറുന്നുണ്ടോ? ഇവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യ റഷ്യയെടുത്തും അമേരിക്കയെടുത്തും ഒരേപോലെ നിൽക്കാൻ പറ്റുന്നു. റഷ്യയെടുത്തും യുക്രൈൻ യുദ്ധം നടക്കും, രണ്ടുപേരെയും കെട്ടിപ്പിടിക്കാൻ പറ്റും, രണ്ട് നേതാക്കളെയും. ലോകത്തിൻ്റെ നേതാവായി മാറാൻ ആ മനുഷ്യന് കഴിയുന്നു. താഴെ തട്ടിൽ നിന്ന് വന്ന് ഇവിടം വരെ വന്നതാണ്. അല്ലാതെ ഇന്നയാളുടെ മകനെ ജനിച്ചതല്ല. ഒരു സൗകര്യമില്ലാത്ത, ഒന്നുമില്ലാത്തതൊന്നും ഇവിടം വരെ ആകുമ്പോൾ ഇഷ്ടപ്പെടുകയല്ല, ആരാധിക്കുക തന്നെയാണ്. കാരണം വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇന്ന മേഖലകൾ നന്നാവണം. ട്രെയിൻ, ഇപ്പോൾ വന്ദേ ഭാരത്, ഏതെങ്കിലും ഒരാൾ പണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിനോട് സെൽഫി എടുക്കാറുണ്ടോ? മൂക്കുപൊത്താതെ ട്രെയിനിന് ബാത്റൂമിൽ പോകാൻ പറ്റുമോ? ഇത് മുഴുവൻ മാറ്റിക്കൊടുക്കില്ലേ? തൊഴിലവസരങ്ങൾ എത്ര, എന്ത് വേണം കുറ്റം പറഞ്ഞോളൂ. പാകിസ്ഥാൻ എന്നൊരു രാജ്യം അഭ്യാസം കാണിച്ചപ്പോൾ 88 മണിക്കൂറിനകത്ത് ഒരു യുദ്ധം നടത്തി അവനെ പഠിപ്പിക്കേണ്ട പാഠം പഠിപ്പിച്ച് നിർത്തി. ഒരു യുദ്ധം നീണ്ടു പോയാലുള്ളൊരു കുഴപ്പമെന്നറിയോ? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്ര വർഷം പിന്നോക്കം അടിക്കുന്നറിയോ? 88 വർഷത്തിൽ. ഇതൊരു ചരിത്ര സംഭവമാണ്. മറ്റ് രാജ്യങ്ങൾക്കൊരു മാതൃകയാണ്. യുദ്ധം എന്ന് വെച്ചാൽ എതിരാളിക്ക് പറഞ്ഞു കൊടുക്കണേ, കളിച്ചാൽ ഇതാണ്. അവൻ അടിക്കേണ്ടത് അടിച്ചു കൊടുത്തിട്ട് തിരിച്ചിങ് വന്നു. ഇപ്പം അപ്പുറത്തുനിന്നൊരു അനക്കമില്ല. ഇനി അടുത്ത ദീപാവലിക്ക് പടക്കം പൊട്ടുന്ന കേൾക്കത്തുള്ളൂ ബോർഡറിൽ. അങ്ങനെ ഒരു വ്യക്തികൾക്ക് എനിക്ക് ആരാധന വരും. ഈ പാർട്ടിക്ക് വേണ്ടി ജനിച്ചതോ ഞാൻ വലിയ സംഭവം ചെയ്യുന്നില്ല. പക്ഷേ അതിന് ആരാണെങ്കിലും, ഇപ്പം ഞാൻ ഈ പാർട്ടിയിലിരിക്കുന്നു, എനിക്ക് അപ്പുറത്തുള്ളവരോട് മുഴുവൻ അപ്പുറത്തിരിക്കുന്ന നല്ലൊരാൾക്ക് നല്ല ക്വാളിറ്റിയുണ്ട്, നല്ലതെന്ന് പറയും. പിന്നെ ചില സമയങ്ങളിൽ പ്രത്യയശാസ്ത്രമായ എതിർപ്പുള്ളതുകൊണ്ട് നമുക്കത് സൂചിപ്പിക്കാൻ പറ്റില്ല. അതായത് അങ്ങനെ മറ്റുള്ളവരത്തൊക്കെ എതിർപ്പും ഇങ്ങനെ. പക്ഷേ ഈ നേതാവ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഭാരതത്തെ രക്ഷപ്പെടുത്താൻ തന്നെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടൊരു വ്യക്തി തന്നെയാണ്. എതിർപ്പുണ്ടാവും പലർക്കും. നേരത്തെ പറഞ്ഞ വിമർശനം എല്ലാവർക്കും എതിരുണ്ടോ? എൻ്റെ സ്റ്റാൻഡ് ഇതാണ്. ഇനി വരുന്ന ആസന്നമായ ലോക്സഭാ ഇലക്ഷനിലോ അല്ലെങ്കിൽ നിയമസഭാ മത്സരത്തിൽ രംഗത്തുണ്ടാവുമോ? ഞാൻ എപ്പോഴും നമ്മളെ പാർട്ടി നല്ലൊരു ചുമതല തന്നാൽ അത് കൃത്യമായി നിർവഹിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ എനിക്കത് വേണം ഇത് വേണമെന്ന് ചോദിച്ചു പോകാൻ എനിക്ക് കഴിയില്ല. തരികയാണെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും പറയും, സജഷൻസ് ആയിട്ട് പറയും, നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ നല്ലതായിരിക്കും. ഈ ലാസ്റ്റ് മിനിറ്റിൽ പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ ഇപ്പം ചോദിച്ച ചോദ്യം വെച്ചാൽ, ഞാൻ പാർട്ടിയിൽ ഒരു സ്ഥാനവും വഹിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്കിതിലൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം ഞാൻ അനുസരണശീലമുള്ള ഒരാളാണ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ജീവിതത്തിലാണെങ്കിലും. ആരെന്ത് പറഞ്ഞാലും കേൾക്കും.
കേട്ടിട്ട് നമ്മുടെ തീരുമാനം അത് പിന്നത്തെ കാര്യം. പക്ഷേ അത് നമ്മൾ കേൾക്കുക. പ്രത്യേകിച്ച് ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ പാർട്ടി പറയുന്നതുമായിട്ട് ചേർന്ന് പോവുക. എതിർ സ്വരങ്ങൾ പരമാവധി ഉണ്ടാക്കാതിരിക്കാൻ നോക്കും. നാളെ ഏതെങ്കിലും മത്സരത്തിൽ രംഗത്ത് ഉണ്ടാവുമായിരിക്കാം, MLA ആയിട്ടോ MP ആയിട്ടോ ഒക്കെ. അപ്പോഴും മനസ്സിലെവിടെയൊക്കെ ഒരു അഭിനേതാവിൻ്റെ മോഹവും വെച്ചിട്ട് എനിക്ക് 57ാമത്തെ വയസ്സിലും എനിക്കൊരു സാധ്യത വരും എന്നുള്ള ഒരു ഭയങ്കര ഉത്കടമായ ഒരു ആഗ്രഹമുണ്ടല്ലോ. ആ ആഗ്രഹത്തെ നമിക്കുന്നു. സന്തോഷം. താങ്ക് യു. വളരെ വളരെ സന്തോഷം. നന്ദി. എല്ലാവിധ ആശംസകളും അങ്ങോട്ടും നേരുന്നു.